ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? അപ്പോൾ ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന മുഖക്കുരു ഉണ്ടല്ലോ, വലിയ വലിയ പിമ്പിൾസ്, അതേപോലെ ചെറിയ ചെറിയ ആക്നീസ്, നമ്മുടെ ഈ ഒരു സൈഡിനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഈ രണ്ട് സൈഡിനൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ആക്നീസ് ഒക്കെ വരത്തില്ലേ, അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങി പോകാനും കരിഞ്ഞു പോകാനും കഴിവുള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്കുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേരെ. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബീട്രൂട്ടിൻ്റെ കുഞ്ഞ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കറ്റാർ വാഴ, പിന്നെ ഒരു കുഞ്ഞളവിൽ ചോറും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കണം. ഇത് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിന് മെയിനായിട്ട് നിറം വെക്കാനല്ല, നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസ്, അതേപോലെ ചെറിയ ചെറിയ ആക്നീസ് ഒക്കെ പെട്ടെന്ന് ചൊട്ടാനും കരിഞ്ഞു പോകാനും സഹായിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഡെയിലി ചെയ്യുന്നതിൽ കൂടെ നമ്മുടെ ഫേസിന് നിറം വെക്കാനും സഹായിക്കും. നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട്, റോസ് വാട്ടർ, മുൾട്ടാനി മിൽട്ടി ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ല, മുഖം നന്നായിട്ട് ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ നോർമൽ സ്കിന്നാണുള്ളവരെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയും ബീട്രൂട്ട് ജ്യൂസും തൈരും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതേപോലെ കോമ്പിനേഷൻ സ്കിന്നോ അല്ലെങ്കിൽ നോർമൽ സ്കിന്നായിട്ടുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഒരു ആക്നീസ് ഒക്കെ നന്നായിട്ട് മാറാനും വന്നിട്ട് മുഖം നന്നായിട്ട് തിളക്കം വെക്കാനും സഹായിക്കും. ഇതൊന്നുമില്ല, നമ്മുടെ മുഖത്ത് കുരുക്കളും പ്രശ്നങ്ങളും ഒന്നുമില്ല, നമ്മുടെ മുഖത്തിന് നല്ല നാച്ചുറലായിട്ടൊരു തിളക്കം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ടും തൈരും തേനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് ഇതേപോലെ തന്നെ മുഖത്ത് ഇരിക്കാൻ ഭയങ്കര പാടാണ്, കാരണം ഇതിനൊരു ബേസ് ഇല്ലാത്തത് കൊണ്ട് ഇത് ഫേസിൽ ഇരിക്കാൻ പാടാണ്. അപ്പം ഇത് ഒട്ടിപ്പിടിപ്പിച്ച് വെക്കുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. ആ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, എങ്കിലേ നമ്മുടെ ഫേസിലുള്ള ആ ഒരു ആക്നീസ് ഒക്കെ നന്നായിട്ട് ചുരുങ്ങി പോവാൻ സഹായിക്കത്തുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ ഈ ഒരു കവിളിൻ്റെ സൈഡിനായിട്ട് നെറ്റിക്കും ഒക്കെ എല്ലാവരുടെയും ഫേസിൽ ചെറിയ ചെറിയ രീതിയിലുള്ള കുരുക്കളൊക്കെ വരും. അതൊക്കെ വളരെ പെട്ടെന്ന്, മുഖക്കുരു എന്ന് പറഞ്ഞാൽ വലിയ വലിയ പിമ്പിൾസ് അല്ല, അല്ലാതെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വന്നത് അത് പെട്ടെന്ന് തന്നെ ചൊട്ടിപ്പോകാനൊക്കെ സഹായിക്കുന്ന ഒരു സൂപ്പർ പാക്കാണ്. നമ്മളിത് ഡെയിലി ചെയ്യുന്നതിൽ കൂടെ തന്നെ നമ്മുടെ ഫേസിന് നിറം വെക്കാനും സഹായിക്കും. പിന്നെ തിളക്കം വെക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ബീട്രൂട്ടും തൈരും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാം. ഇതങ്ങനെ സാധാരണ പാക്ക് പോണക്ക് ഉണങ്ങി പിടിക്കത്തില്ല. ഇങ്ങനെ അതിൻ്റെ ആ ഒരു നീര് മൊത്തം നമ്മുടെ ഉള്ളിലേക്ക് വലിഞ്ഞ് ഇരുന്നിട്ട് വലിഞ്ഞ് നിന്നിട്ട് ആ ഒരു പുറമേ ഇങ്ങനെ നനഞ്ഞ് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ വലുതായിട്ട് വലിയ റിസ്ക് ഒന്നും വരത്തില്ല നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നുണ്ട്. വെള്ളമൊന്നും തൊട്ട് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നു, ഇത് ഒറ്റ യൂസിൽ തന്നെ നമുക്കിത് റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മൾ ഡെയിലി ചെയ്യുന്നതിൽ കൂടെയാണ് നമ്മുടെ ഫേസിലുള്ള ആ കുരുക്കളും എല്ലാം മാറുന്നത്. അരിവേപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആക്നീസിനെയൊക്കെ നല്ല രീതിയിൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ആര്യവേപ്പ്. പിന്നെ ബീട്രൂട്ട് നമ്മളെ ഫേസിന് നല്ല നിറം വെക്കാനും സഹായിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അതിൻ്റെ ഒരു ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി കാണുമല്ലോ. നമുക്ക് പെട്ടെന്ന് ഫേസിൽ ഒരു ഗ്ലോ വരുന്നെന്നല്ല, ഗ്ലോയും വരും, പക്ഷേ എന്നാൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഫേസിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ മുഖക്കുരു മാറാനും ചെറിയ ചെറിയ ആക്നീസ് മാറിപ്പോവാനും ഉള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഇത് ഇട്ടിട്ട് ഇത് ഞങ്ങൾ ഇട്ടിട്ട് വെളുക്കുന്നില്ലല്ലോ എന്ന് പറയരുത്. ഈ ഫേസ് പാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും നമ്മുടെ മുഖത്തെ കുരുക്കൾ ഇല്ലാതാവാനും വേണ്ടിയാണ്, അല്ലാതെ നമ്മൾ വെളുക്കാനും വേണ്ടി ചെയ്യുന്നതല്ല. നമ്മുടെ സ്കിന്ന് വെളുക്കുന്നതിലും നല്ലത് നമുക്ക് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതല്ലേ നല്ലത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫേസിലുള്ള കുരുക്കളും ആക്നീസും ഒക്കെ മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയുള്ളൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമുക്കിത് ഓയിലി സ്കിന്നുകാർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, ഓയിലി സ്കിന്നായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണിത്. അപ്പം നോർമൽ സ്കിന്നുകാർക്ക് ചെയ്യുന്ന രീതിയും അല്ലാതെ ഡ്രൈ സ്കിന്നുകാർക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ.
താങ്ക് യു.